ആക്രമണവും ഉപദ്രവിക്കുന്നതും എല്ലാം നമ്മുടെ കയ്യിലാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ അതിൽ നിന്ന് ഒഴിവാകാം. പിന്നെ അയ്യോ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? എനിക്കിവിടെ നിൽക്കണം, എനിക്ക് ഇതേ ഉള്ളു വഴി എന്ന് നീ ചിന്തിക്കുന്നതുകൊണ്ട്. പേര് കിട്ടണം, പണം കിട്ടണം, പബ്ലിസിറ്റി. ഇന്ന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് പഴയ പടങ്ങളൊക്കെ ഇട്ട് കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വലിയ വലിയ കലാകാരന്മാർ ഒരുപാട് പേരില്ലാതെ പോയി. ഓരോ മിനിറ്റിലും ഊണിലും ഉറക്കത്തിലും കഴിക്കുമ്പോഴും എപ്പോഴും പറയാനും ചിന്തിക്കാനും ഒത്തിരി ഉണ്ട്. നഷ്ടം നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അതിനേക്കാൾ പല മടങ്ങ് നഷ്ടമാണ് ഞങ്ങൾക്ക്. എന്തുകൊണ്ട് സ്ത്രീ സമത്വം പറയുന്നു? എവിടം വരെയാണ് സമത്വം? നമസ്കാരം. ഞാനിപ്പോ പുതിയൊരു സിനിമയുടെ സെറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഡയറക്ടർ പുതിയ ഒരാളാണ്. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ മകനാണ് അഭയശങ്കർ. അഭയ തന്നെയാണ് എൻ്റെ കഥയും എല്ലാം. കംപ്ലീറ്റ് കഥ, തിരക്കഥ, ഡയലോഗ്സ് എല്ലാം അഭയ തന്നെയാണ്. അതായത് 80 മുതൽ 81 മുതൽ എൻ്റെ ഫസ്റ്റ് പടം സ്വന്തം എന്ന പദം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ, അതുമുതൽ എനിക്ക് കിട്ടിയതൊക്കെ നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. അതിൽ എടുത്തു പറയാൻ എൻ്റെ മോഹങ്ങൾ പൂണിഞ്ഞു, അതിലെ നിഷ എന്നുള്ള കഥാപാത്രം. പിന്നെ നക്ഷത്രത്തിളക്കം, അതിൽ രാജസേന സാറിൻ്റെ. പിന്നെ JC സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്, ശശികുമാർ സാറിൻ്റെ പടത്തിൽ, അങ്ങനെ ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാരോട് ഒത്തഭിനയിക്കാൻ, അവർക്കൊപ്പം നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് പഴയ പടങ്ങളൊക്കെ ഇട്ട് കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വലിയ വലിയ കലാകാരന്മാർ ഒരുപാട് പേരില്ലാതെ പോയി. പലരും ഇല്ല, അതൊരു സങ്കടമാണ്. പിന്നെ എൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഞാൻ ഓർമ്മിക്കാൻ സൂഫിയും സുജാതയും പിന്നെ മൊയ്തീൻ, അങ്ങനെ ഒത്തിരി ഉണ്ട് കഥാപാത്രങ്ങൾ, ഒരുപാടുണ്ട്. എടുത്തു പറയാൻ എനിക്ക് എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. തമിഴും തെലുങ്കും കന്നഡവും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭരതനാട്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കാണുന്നവർക്കും ഭരതനാട്യം, പിന്നെ ഇപ്പം സെക്കൻഡ് പാർട്ട് വരുന്ന മോഹിനിയാട്ടം. ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും വർഷങ്ങളായിട്ട് അവർക്കറിയാം, സിനിമയെക്കുറിച്ച് അഭയ്ക്ക് അറിയാം. പിന്നെ കൽപ്പനയുടെ കൂടെ അഭിനയിക്കേണ്ടിയിരുന്നായിരുന്നു. ഒരു മുறை വന്ന് പുറത്ത് അയാൾ അഭിനയിച്ചിട്ടുണ്ട്. യോസി പടത്തിൻ്റെ ഹീറോ ആണ്. അങ്ങനെ 3-4 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ് അഭി. പിന്നെ ഞങ്ങൾ 5 പേര് അഭിനയിക്കുന്നു ഈ ഫീൽഡിലുള്ളതാണ്. ഞങ്ങൾ 3 പെൺപിള്ളേർ, എൻ്റെ അനിയന്മാരിപ്പം കല്യാണ സൗന്ദര്യത്തിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ച കമൽ, അതിനു മുമ്പ് നന്ദു, ഇവരൊക്കെ ഫീൽഡിലിരിക്കുമ്പോഴും പിന്നെ ലാസ്റ്റ് വന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചേട്ടൻ്റെ മോൻ അടുത്ത ആൾ. ഇനി അടുത്ത തലമുറയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അഭിയാണ്, അത് ഡയറക്ഷനിൽ. പിന്നെ ബാക്കി ഞങ്ങളുടെയൊക്കെ മക്കളും ഇതുപോലെ വരും. പിന്നെ ഉപദേശിക്കാൻ അവരെല്ലാം പഠിച്ചു വന്നിരിക്കുന്ന പിള്ളേരാണ്. ഇപ്പോഴത്തെ ഇന്നത്തെ കാലഘട്ടത്തിലെ സിനിമ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം ഇവർക്ക്.
പിന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും ഒക്കെ ചില കാര്യങ്ങളോ സംശയങ്ങളോ ചോദിച്ചാൽ അതപ്പോൾ പറഞ്ഞു കൊടുക്കും എന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് എൻ്റെ ചേട്ടൻ്റെ മോനാണ്, എൻ്റെ മോനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കാര്യങ്ങൾ കൈകടത്താറില്ല. ഞങ്ങൾ ആരും തന്നെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സെറ്റിൽ. വെളിയിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് അപ്പച്ചിയും മോനും. അതുകൊണ്ട് കൂടുതൽ ഞാൻ അബിയുടെ ജോലിയിൽ കൈകടത്താറില്ല. പിന്നെ അറിയാം, കൈകടത്താൻ എല്ലാം അറിയാം. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നല്ല തറവായിട്ട് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നന്നായി ചെയ്യുന്നുണ്ട്. നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. ഇല്ല, കൽപ്പനയെക്കുറിച്ച് അതായത് അവള് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ ആർട്ടിസ്റ്റ്, യഥാർത്ഥ കലാകാരി അവളാണ്. അപ്പം ഞങ്ങളൊക്കെ ഫീൽഡിൽ അവൾ മുഖാന്തരം വന്നവരാണ്. ഈ ഫീൽഡിൽ കൽപ്പനയാണ് ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. പിന്നെ എൻ്റെ അനിയന്മാർ വരുന്നു, ഉർവശി വരുന്നു, ഏറ്റവും ലാസ്റ്റ് വന്നവളാണ് ഞാൻ. ശരിക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മഹാനടി കൽപ്പനയാണ്. അത് കഴിഞ്ഞാണ് പൊടിമോള്. പൊടിമോൾ മഹാനടിയാണ്, വലിയ ആർട്ടിസ്റ്റാണ്. അപ്പം അവയുടെയൊക്കെ കൂടെ ഞാൻ എന്താ പറയണ്ടേ? പിന്നെ അവിടെ ഓർമ്മകൾ അതൊരിക്കലും പോവില്ല. ഓരോ മിനിറ്റിലും ഊണിലും ഉറക്കത്തിലും കഴിക്കുമ്പോഴും എപ്പോഴും പറയാനും ചിന്തിക്കാനും ഒത്തിരിയുണ്ട്. അതൊരു എപ്പിസോഡിലോ ഇതിലോ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നഷ്ടം നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അതിനേക്കാൾ പല മടങ്ങ് നഷ്ടമാണ് ഞങ്ങൾക്ക്. ഒന്നെൻ്റെ കൂടപ്പിറപ്പ്, നിങ്ങൾക്കൊരു നടി എൻ്റെ കൂടപ്പിറപ്പാണ്. അത് നികത്താൻ പറ്റില്ല. അതൊരു ദുഃഖം തന്നെയാണ്. ഇപ്പം എൻ്റെ അനിയൻ, ഇപ്പം ഞങ്ങൾ 5 പേരായിരുന്നു. സിനിമയിലാണെങ്കിലും ഞങ്ങൾ വളർന്നതൊക്കെ 5 മക്കളാണ്. പക്ഷെ ഇന്ന് ഞാനും ഉർവശി മാത്രമേ ഉള്ളൂ. ബാക്കി 3 പേരും പോയി കഴിഞ്ഞു. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പൊടിമോളെന്ന് പറയുന്ന ഒന്ന് എൻ്റെ അനിയത്തിയുടെ, എൻ്റെ ഇളയതിൻ്റെ ഇളയതാണ് അവൾ, ഉർവശി. പക്ഷേ വലിയൊരു നടിയാണ്. അവിടെ അത് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഇളയതാണ് ഇത്രയും വലിയ നടി. എല്ലാ ഭാഷയിലും അവാർഡുകൾ വാരിക്കൂട്ടിയ വലിയ മഹാനടി. അതൊരു അഭിമാനം തന്നെയാണ്. വലിയ സന്തോഷം. ഇല്ല, അന്നും ഇന്നും സിനിമയിൽ കുറവാണ്. മറ്റ് മേഖലകളിൽ അപേക്ഷിച്ച് സിനിമയിൽ കാരണം ഒരു ആർട്ടിസ്റ്റിനെയോ ഒരു നടിയെയോ ഒരു നടനെയോ നോക്കാൻ അവരുടെ നേർക്ക് 1000 കണ്ണുകളുണ്ട്. അത് വെട്ടിച്ച് വേണം ഒരു തെറ്റ് ചെയ്യാനോ ഒരു തെറ്റിലേക്ക് പോകാനോ. പിന്നെ ആക്രമണവും ഉപദ്രവിക്കുന്നതും എല്ലാം നമ്മുടെ കയ്യിലാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ അതിൽ നിന്ന് ഒഴിവാകാം. പിന്നെ അയ്യോ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? എനിക്കിവിടെ നിൽക്കണം, എനിക്ക് ഇതേ ഉള്ളു വഴി എന്ന് നീ ചിന്തിക്കുന്നതുകൊണ്ട് 1008 വഴികളുണ്ട്, നല്ല വഴികൾ. അപ്പം പേര് കിട്ടണം, പണം കിട്ടണം, പബ്ലിസിറ്റി. ഇന്ന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയിൽ ജീവിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളായാലും വലിയവരാണെങ്കിലും ആണായാലും പെണ്ണായാലും പബ്ലിസിറ്റിയാണ് ഇന്ന് അവരുടെ ഏറ്റവും മെയിൻ മാനദണ്ഡം. അതിൽ അയ്യോ എന്നെ അങ്ങനെ ചെയ്യാമെന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സൂക്ഷിക്കാൻ നമുക്കറിഞ്ഞിരിക്കണം. ഒന്ന്, പിന്നെ തെറ്റായി ഒരുപാട് 1000 പ്രശ്നങ്ങൾ അല്ലാതെ നടക്കുമ്പോൾ 1 2 ഇതിൽ നടന്നേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാവരും സത്യവാൻ സാവിത്രികളല്ല, തെറ്റുകളുണ്ടാവാം. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഇതിനെ മെയിൻ ആക്കി, അല്ലെങ്കിൽ മീഡിയ മുഖാന്തരമോ പത്രങ്ങൾ മുഖാന്തരമോ ചാനലുകൾ മുഖാന്തരം ഇത് മെയിനായിട്ട് വരുന്ന ഒരു നടി അല്ലെങ്കിൽ സിനിമ നടി, ചിലപ്പോൾ അവർ സിനിമയിൽ തല കാണിച്ചിട്ടേ കാണത്തുള്ളൂ, മെയിൻ താരങ്ങളായിരിക്കില്ല. പക്ഷെ പേര് വരുമ്പോൾ മെയിൻ താരങ്ങളുടെ പേരേ വരും. പിന്നെ ഇത് സൂക്ഷിക്കേണ്ടുന്നത്
നമ്മൾ തന്നെയാണ്, നമ്മുടെ കയ്യിലാണ്. സുരക്ഷ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. തനിച്ച് യാത്ര ചെയ്യുന്ന ഇപ്പം ചെന്നൈയിലൊക്കെ ആണെങ്കിൽ 14 15 വയസ്സുള്ള പെമ്പിള്ളാരാണ് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത്. രാത്രി 10 മണി മുതൽ 2:30 മണി വരെയാണ്. സൈക്കിളിൽ തനിച്ചു പോകുന്നു. ധൈര്യത്തോടെ പോവാൻ അങ്ങനെ പോകുന്നവരുമുണ്ട്. അവരെ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇത് എല്ലാം വേണമെന്ന് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പല വഴികളുണ്ട്. തെറ്റായ വഴി പോകണ്ട എന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് വഴി പോകണ്ട, നമ്മൾ നേരെ നിന്ന് ജീവിക്കാം. സീരിയലിലൊന്നും അങ്ങനത്തെ അതിക്രമങ്ങളൊന്നുമില്ല. സിനിമയിലും ഞങ്ങൾക്ക് അനുഭവമില്ല. ഞങ്ങളെ ആരും ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. നടന്നിരിക്കാം. അതിന് വഴി ഒരുക്കാതിരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതത് മുഖത്ത് നോക്കി ഒരു പുരുഷനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും അതാണ് നല്ലത്. നമ്മുടെ നോട്ടം എന്ന് താഴോട്ടാവുന്നു, അവൻ്റെ നോട്ടവും വേറെ പോകും. നമ്മുടെ കയ്യിലാണ്. മുഖത്ത് നോക്കി ചിരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കുക. അതൊരു പെണ്ണിൻ്റെ കയ്യിലാണ്. പിന്നെ തെറ്റുകൾ വരുന്നതിന് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരവർ തന്നെ ചെയ്യണം. പിന്നെ സുരക്ഷ ഒരുപാടുണ്ടല്ലോ. ഇപ്പം ഇന്നത്തെ നിയമങ്ങളും പിന്നെ പോലീസിലാണെങ്കിലും മറ്റെവിടെ പോയാലും നിയമങ്ങൾ കറക്റ്റായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി അവർ നിൽക്കുന്നുണ്ട്. അവരാരും തിരിഞ്ഞു നിൽക്കുന്നില്ല, നമുക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് നിയമങ്ങളൊക്കെ. ഗ്ലാമർ എന്ന് പറയുന്നത് സിനിമാ താരങ്ങളുടെ ആ പൊലിപ്പും വരുന്നതും പോകുന്നതും അതുമാത്രമാണ്. ജീവിതം ഗ്ലാമറല്ല. സാധാരണക്കാരേക്കാൾ സാധാരണക്കാരാണ് സിനിമാക്കാർ. അവരുടെ ഫെയിം ഈ പടങ്ങളും അതല്ലേ പറഞ്ഞേ, മറ്റുള്ളവർ നോക്കി ഇത് ഇന്ന ആള് എന്ന് പറയുന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ഫേമസ് ആയി, സ്റ്റാറായി. അതാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. സിനിമാക്കാരാക്കുന്നതും സ്റ്റാറുകളാക്കുന്നതും നിങ്ങൾ തന്നെയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ഗ്ലാമറല്ല. ഗ്ലാമർ ലോകം മാത്രം സിനിമ എന്ന് പറയുന്നത്. ജീവിതത്തിൽ അവർ ഗ്ലാമറല്ല, ഗ്ലാമർ ലോകത്തിലല്ല, സാധാരണക്കാരാണ്. എനിക്ക് ഇപ്പോൾ വോയിസ് പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സിനിമ നഷ്ടമായില്ല. 40ൻ്റെ അന്ന് ഞാൻ അഭിനയിച്ചു, ഒട്ടും വോയിസില്ല. എനിക്കൊരിക്കലും സിനിമ നഷ്ടമായിട്ടില്ല. എനിക്ക് കുറവുകൾ കൊണ്ട് സിനിമയിൽ ഒരിക്കലും കഴിവുണ്ടെങ്കിൽ നിൽക്കാം. ഞാനായിട്ട് കുറച്ച് ഒതുങ്ങിയെന്ന് മാത്രം. എന്നെ സിനിമ ഒതുക്കിയിട്ടില്ല, ഒരിക്കലുമില്ല. അന്നുമില്ല, ഇന്നുമില്ല. ഞാൻ എന്താ പറയണ്ടേ, ഇന്നത്തെ കാലത്തെ കുട്ടികളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് സ്ത്രീ സമത്വം പറയുന്നു? എവിടം വരെയാണ് സമത്വം? ഏതിലാണ് സമത്വം? ഏതിലൊക്കെ വേണം സമത്വം എന്നാദ്യം നിങ്ങൾ തീരുമാനിക്കണം. എന്തും കാണിച്ച് എങ്ങനെയും നടക്കാമെന്ന് ധരിക്കുന്നവർക്ക് അത് വേറെ ലോകം. അത് സിനിമയിൽ വരേണ്ട കാര്യമില്ല. സിനിമയിൽ വരുമ്പോൾ സിനിമയ്ക്ക് വേണ്ടിയാണ്, അഭിനയിക്കാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ ഒരുപാട് സ്ട്രഗിളിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എവിടെ ഇരുന്നാലും നിങ്ങളെ തേടിയെത്തും. ഓവറായിട്ട് ഇതിനു വേണ്ടി എങ്ങനെയും ഇത് അഭിനയിക്കണം, എങ്ങനെയും ചാൻസ് വാങ്ങിക്കണം എന്ന് ധരിക്കുന്നിടത്താണ് തെറ്റ് വരുന്നത്. അത് വരാതിരിക്കേണ്ട നിങ്ങളുടെ കയ്യിലാണ്. കലാരഞ്ജിനി ഞാൻ അമ്മയാണ്, മകളാണ്, സഹോദരിയാണ്, അഭിനേത്രിയാണ്. ഇതിനെല്ലാം ഉപരി മനുഷ്യ സ്നേഹിയാണ്. എനിക്ക് വിരോധികളാരുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല.